ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണ്. അതെങ്ങനെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂണോളം നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ജീരകം ഇട്ട് കൊടുക്കുക, ചെറുജീരകം, ക്യുമിൻ സീഡ്സ്, അല്പം ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. നന്നായിട്ട് അരയണ്ട, മഷി പോലെ അരയണ്ട. ഇനി നമുക്ക് സ്ത്രീ പറയണ പോലെ നമ്മുടെ പ്രീതി ചേച്ചിനെ കൊണ്ട് ഒന്ന് അരപ്പിക്കാം. ഇപ്പം നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞാൽ മതി, നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി എക്സ്ട്രാ വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിലാവുന്നത് വരെ നമുക്ക് വെള്ളം മതി. പിന്നെ വെള്ളം ശ്രദ്ധിച്ചൊഴിക്കുക, പിന്നെ വെള്ളം ഇനി ഒഴിക്കണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ ഒട്ടും തരികളോ കട്ടകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി നമുക്ക് എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊരല്പം കുറവാണ്. നമുക്കൊരല്പം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത്ര മതി. നമുക്കിനി ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം, പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിം ആക്കണം. എന്നിട്ടൊരു കിച്ചൺ ടിഷ്യൂ വെച്ച് വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇനി അതിൽ നിന്ന് ഒരു 2 ചെറിയ കയ്യിൽ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒഴിക്കുക. എന്നിട്ട് പതുക്കെ അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇത്തിരി സ്ലോവിൽ പരത്തിയാൽ മതി. നല്ല കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ വരും. മാക്സിമം എന്തോരം പരത്താൻ പറ്റുമോ അത്രയും നമ്മൾ അത് പരത്തി കൊടുക്കുക. ഇതാ കണ്ടോ, പെട്ടെന്ന് കുക്കാവും. ഇത് കുക്കായി വരുമ്പോൾ തന്നെ ഒരു സ്മെല്ലും കൂടി വരും. അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു സ്മെല്ലാണിത് കേട്ടോ. നമ്മൾ മറിച്ചിടുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ്, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ദോശ, നല്ല സോഫ്റ്റാണ്, വളരെ ഡെലീഷ്യസാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഇത് കഴിക്കാൻ തോന്നുക. ഒരു കിച്ചൺ ടിഷ്യൂ വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് തൂത്ത് കൊടുക്കാം. നമുക്കിനി വീണ്ടും 2 കയ്യിൽ ആ മിഡിൽ പോർഷനിൽ ഒഴിച്ചു കൊടുക്കാം. ആ മിഡിൽ ഭാഗത്തു നിന്ന് തന്നെ നമുക്കത് പതുക്കെ പരത്തി കൊടുക്കാം. മാക്സിമം പരത്താവുന്നിടത്തോളം വലുതാക്കി തന്നെ ചെയ്തെടുക്കാം. എളുപ്പമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. ഉണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ്, അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇതുമായിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. ഇതാ കണ്ട, ഇതൊരു സോഫ്റ്റാണെന്ന് നോക്കി. ഇതുപോലെ നമുക്ക് എല്ലാനും ഒഴിച്ചെടുക്കാം. ഇങ്ങനെ മിഡിൽ പോർഷനിൽ ഒഴിക്കുക, ഇങ്ങനെ പരത്തി കൊടുക്കുക, മാക്സിമം പരത്താം. അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എത്ര സോഫ്റ്റാണെന്ന് നോക്കി. അതിലേറെ ടേസ്റ്റും ഉണ്ട്. അത് ഞാനുണ്ടാക്കിയിട്ട് പറയണതല്ല, നിങ്ങളത് സ്വയം ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മൾ 1-2 പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ നാളികേരവും ജീരകവും നന്നായിട്ട് അറിയാൻ പാടില്ല. അത് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് കടിക്കാൻ കിട്ടണം. പിന്നെ നേരെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമ്മളത് ഒന്ന് തിരിച്ചിട്ടും കൊടുക്കണം. ഇത്തരത്തിൽ ദോശ ഉണ്ടാക്കുമ്പോൾ
ഇതിനകത്ത് ഉണ്ടാകുന്ന മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കറി ഇല്ലെങ്കിലും നമുക്കിത് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കടല മസാലക്കറി ഉണ്ടെങ്കിലും മറ്റു ഉരുളൻകിഴങ്ങ് മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുശാലായി. 1-2 ദോശ കൂടുതലുണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അതെല്ലാവരും കഴിച്ചോളും. ഒട്ടും വേസ്റ്റ് ആവില്ല എന്നുള്ളതാണ് ഈ ഗോതമ്പ് ദോശയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.